തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് നാളെ ശിവഗംഗ ജില്ലയിലെ കാരക്കുടിയിൽ പ്രചാരണം നടത്തും. ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെയാണ് അനുമതി നൽകിയിരിക്കുന്നത്. മനേഷ് മൂർത്തിയുടെ ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് പ്രഭുവിന് വേണ്ടി കാരക്കുടിയിലേക്ക് എത്തുകയാണ് വിജയ്, അല്ലേ? ഗോകുൽ, രചന, പ്രധാനപ്പെട്ട കാര്യം ഇനി വരുന്ന 3 ദിവസങ്ങളിൽ വിജയ് കൃത്യമായി തന്നെ എല്ലാ ദിവസങ്ങളിലും ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ പ്രചാരണം നടത്തുന്നു എന്ന രീതിയിലാണ് നിലവിലുള്ള ഷെഡ്യൂൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ 11ഉം 12ഉം തീയതികളിലുള്ള ഷെഡ്യൂൾ നേരത്തെ വന്നതാണ്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് വിജയ് നാളെ കാരക്കുടിയിൽ, ശിവഗംഗ ജില്ലയിലെ കാരക്കുടിയിൽ പ്രചാരണം നടത്തുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്, ആ ഒരു ഷെഡ്യൂൾ വരുന്നത്, അതിനുള്ള അനുമതി ലഭിക്കുന്നത്. 12 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 മണി വരെയാണ് റോഡ് ഷോയും അതുപോലെ തന്നെ പ്രചാരണ പരിപാടികളുമായി എന്തായാലും വിജയ് രംഗത്തെത്തുന്നത്. 11-ാം തീയതി വിഴിപ്പുരത്തും അതുപോലെ തന്നെ കടലൂരിലുമാണ് പ്രചാരണം നടത്തുക. 12-ാം തീയതി കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലെ പ്രചാരണത്തിന് കൃത്യമായ ഒരു മാൻഡേറ്റ് അവിടുത്തെ പോലീസ് നൽകിയിട്ടുണ്ട്. അത് ഒരു കോളേജ് ഗ്രൗണ്ടിലാണ് പ്രചാരണം നടത്തുക. മാത്രമല്ല അവിടെ 5000 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്നൊരു നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ബാക്കി 2 ഇടങ്ങളിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വരും ദിവസങ്ങളിലാണ് വരിക. എന്തായാലും നാളെ 12 മണി മുതൽ 2:30 മണി വരെ റോഡ് ഷോ ആയി പര്യടനം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതുച്ചേരിയിലും അതുപോലെ തന്നെ തൂത്തുക്കുടിയിലും ഒക്കെ നടത്തിയ അതേ മാതൃകയിലായിരിക്കും ആ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തിരുനെൽവേലിയിൽ 51 നിർദ്ദേശങ്ങളായിരുന്നു പോലീസ് നൽകിയിരുന്നത്. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് അവിടെ പര്യടനം നടത്തിയത്. എന്തായാലും വരുന്ന 3 ദിവസങ്ങളിൽ നാളെയും 11-ാം തീയതിയും 12-ാം തീയതിയും കൃത്യമായി തന്നെ എന്തായാലും വിജയ് പര്യടനത്തിന് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെന്നൈയിൽ പര്യടനം നിഷേധിച്ച ഒരു സാഹചര്യത്തിലാണ്, അതായത് വില്ലിവാക്കത്തും അതുപോലെ തന്നെ ടി നഗറിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന പര്യടനങ്ങളൊക്കെ പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു മേഖല, കടലോര മേഖല ഉൾപ്പെടുന്ന ആ ഒരു മേഖലയിലേക്ക് വിജയ് പര്യടനം മാറ്റിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ വരുന്ന 3 ദിവസവും എന്തായാലും വിജയ് പര്യടനം നടത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയതായാലും അടുത്ത ദിവസങ്ങളിൽ വിജയുടെ വമ്പൻ പ്രചാരണ പരിപാടികൾക്കാണ്. റോഡ് ഷോ അടക്കം വലിയ ക്യാമ്പയിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.